ഹലോ സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കിടിലൻ മുന്തിരി ജ്യൂസാണ്. അപ്പോൾ നമ്മളൊരു 1/4 കിലോ മുന്തിരി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ളതാണ് കുറച്ച് തേന് വേണം. പിന്നെ നമുക്ക് ആവശ്യമുള്ള സാധനം കുറച്ച് പഞ്ചസാര വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ഇത്രയും ഐറ്റമാണ് നമ്മുടെ ഇന്നത്തെ മുന്തിരി ജ്യൂസിന് ആവശ്യമായ സാധനങ്ങൾ. ഈ ചൂട് കാലത്ത് കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് നമ്മുടെ ഇന്നത്തെ മുന്തിരി ജ്യൂസ്. ഇത് നമ്മൾ വേവിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്, മുന്തിരി വേവിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇനി ഒരു പാത്രം എടുത്ത ശേഷം അതിൽ കുറച്ച് വെള്ളം ഒഴിക്കുക. ഒഴിച്ച ശേഷം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി അതിലേക്ക് ഇടാം. പിന്നെ നമുക്ക് 1 ടീസ്പൂൺ ഉപ്പും അതിലേക്ക് ഇടാം. ഇട്ട ശേഷം നന്നായി ഇളക്കിയ ശേഷം ഒരു 10 മിനിറ്റ് വെക്കണം. അതിന് കഴിഞ്ഞ ശേഷം നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കണം. ഇത് കുട്ടികൾക്കും വലിയവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ ഇന്നത്തെ ജ്യൂസ്. ഇതേപോലെ എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അങ്ങനെ ഒരു 10 മിനിറ്റ് ശേഷം നമ്മൾ ഇത് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രം സ്റ്റവിലേക്ക് വെക്കാം. അതിനൊരു 4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മാറ്റി വെച്ച് കഴുകി വൃത്തിയാക്കി വെച്ച മുന്തിരി അതിലേക്കിടാം. മുന്തിരി തന്നെ തിളച്ച് പൊട്ടുന്ന വരെ നമുക്ക് ഇത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ചൂടുകാലത്ത് കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. അങ്ങനെ നമ്മുടെ മുന്തിരിയൊക്കെ തിളച്ച് പൊട്ടിയിട്ടുണ്ട്. അതിൻ്റെ തോലൊക്കെ മാറി നിൽക്കുന്നത്. ഇനി നമുക്കിത് നന്നായിട്ട് ചൂടാറാൻ വെക്കാം. ചൂടാറിയ ശേഷമാണ് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇടാൻ. മിക്സിയുടെ ജാറെടുത്ത ശേഷം നമുക്ക് അതിലേക്ക് ഇട്ട ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് തേൻ ഒഴിക്കാം. പിന്നെ വേണമെങ്കിൽ മാത്രം കുറച്ച് പഞ്ചസാരയും ചേർത്താം. അങ്ങനെ നമ്മൾക്കിനി ഒരു തരി പഞ്ചസാര നമ്മൾ ചേർത്തുന്നുണ്ട്. ഇനി കുറച്ച് തേൻ ഒഴിക്കാം. ഇനി മിക്സിയിലിട്ട് നന്നായിട്ട് ജ്യൂസാക്കി എടുക്കാം. ഇത് കുട്ടികൾക്കും വലിയവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണിത്. ഈ ചൂടുകാലത്ത് കഴിക്കാൻ പറ്റിയ ഒരു ജ്യൂസാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇനി മിക്സിയിലിട്ട് നന്നായി അരിച്ചെടുക്കാം. എൻ്റെ യൂട്യൂബ് ചാനലായ വില്ലേജ് K&I വൈബ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിൽ കയറി കഴിഞ്ഞാൽ ഒരുപാട് ജ്യൂസുകളുടെയും ഒക്കെ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഇന്നത്തെ ജ്യൂസ്. ഇതേപോലെ എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ചൂട് കാലത്ത് കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണിത്. ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോസുമായി നമ്മൾക്ക് കാണാം. ഇത് കാണുന്ന എല്ലാവരും എനിക്ക് വേണ്ടി ഒരു ലൈക്ക് അടിക്കണേ, മറക്കരുതേ.